ആഹാ വന്നോ? എന്താ ഇത്ര താമസിച്ചേ? മമ്മ എവിടെ? മമ്മ ആന്റിയുടെ വീട്ടിൽ പോയതാ, നാളെ വരത്തുള്ളെന്ന് പറഞ്ഞു. എടാ ഇച്ചായ, നീ പോവുകയാണോ? മാച്ച് കാണുന്നില്ലേ? നീ കണ്ടോ? എനിക്കെന്തോ അത് കാണാൻ ഒരു മൂഡില്ല. എന്തോ ക്ഷീണം പോലെ. ഞാനിന്ന് കുറച്ചു നേരം കിടക്കട്ടെ. ഇത്രയും പറഞ്ഞ് കെൽവിൻ റൂമിലേക്ക് പോയി. ഇവളെന്താ എന്നോടൊന്നും മിണ്ടാത്ത? ഈ പെൺകുട്ടിന് വാ തുറന്ന് സംസാരിക്കാൻ അറിയത്തില്ല. അത് വീടെത്താൻ കുറച്ചു നേരം കൂടെ ഉണ്ട്. അവൾ ഒരു മറുപടിയും പറയാതെ അവനൊന്ന് നോക്കി. വി അവളുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു അത്. ഒന്നും മിണ്ടാതിരുന്നു. അവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനതൊന്നും മുഖത്ത് കാണിച്ചില്ല. അങ്ങനെ അവരുടെ യാത്ര തുടർന്നു. പകുതി വരെ വി പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സിൽ പറഞ്ഞു, ഇവളെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ഇനി ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ലേ? അങ്ങനെ പറയണ്ടായിരുന്നു. എന്റെ ഫീ നിന്റെ അടുത്ത. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വി കാറിലിരുന്നു. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവരങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്താറായി. വീടിന്റെ പകുതി വരെ നല്ലോണം ഇരുട്ടുകയും ചെയ്തു. അങ്ങനെ കാറിൽ നിന്നിറങ്ങി വി അസിന് മുമ്പോട്ടായി നടന്നു. വി അസിന്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. വീടിനകത്ത് എല്ലാവരും ഉണ്ട്. കുറെ ചോദ്യങ്ങൾ വരും. നമ്മൾ മീറ്റിങ്ങിന് പോയതാ. ഓക്കെ. അവരിരുവരും വീടിന്റെ അകത്തോട്ട് കയറുന്നവർ കാണുന്ന കാഴ്ച ജിമിൻ ചായ കുടിക്കുന്നായിരുന്നു. ജിമിൻ അവരെ കണ്ടതും ടേബിളിലോട്ട് അവന്റെ കപ്പെടുത്ത് വെച്ചു. ആഹാ, രണ്ടുപേരും വന്നോ? ഇത്ര ദിവസം എവിടെയായിരുന്നു? മീറ്റിങ്ങിലായിരുന്നോ? വിളിച്ചിട്ടൊന്നും കോൾ എടുക്കുന്നില്ല. എവിടെയായിരുന്നടാ? അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയേക്കുമായിരുന്നു. എന്താടാ? മീറ്റിങ്ങോ? നീ അതിന് നാട്ടിൽ വന്നിട്ട് അങ്ങനെ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാത്താണല്ലോ. ഇതെന്ത് പറ്റി? അതുകൊണ്ട് ഞാൻ ചോദിച്ചാട്ടോ. ഇവൻ ഒടുക്കത്തെ സംശയമുണ്ട്. ഈശോയെ, ഇവൻ എൻ്റെ അനിയൻ തന്നെയാണോ? ഇത്രയും പറഞ്ഞ് വി നമ്മുടെ അസിനെ വിളിച്ചോണ്ട് റൂമിലോട്ട് കയറിപ്പോയി. റൂം തുറക്കുന്ന ഒച്ച കേട്ടാണ് വി തിരിഞ്ഞു നോക്കിയത്. അസിനാന്ന് കണ്ടപ്പം അവൻ പിന്നെയും തിരിഞ്ഞു നോക്കി. കാളെല്ലാരും വിളിക്കുന്നുണ്ട്. അസിന്റെ സാറേ എന്നൊരു വിളി കേട്ടപ്പം വി അവളെ ശരിക്കും നോക്കി. അല്ല ഇച്ചായ, കാളെല്ലാരും വിളിക്കുന്നുണ്ട്. അപ്പം നിനക്കങ്ങനെ വിളിക്കാൻ അറിയാം. താഴെ എന്താ പരിപാടി? അല്ല, താഴെ എല്ലാവരും അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ, വിളിക്കാൻ പറഞ്ഞു, അതാ വന്ന് വിളിച്ചേ. അല്ല, നമ്മളിനി എപ്പോഴാ തിരിച്ച് ഓഫീസിലോട്ട് പോകുന്നേ? അതെന്താ, ഇവിടെ നിന്ന് അസിന് ബോറടിച്ചോ? ഉടനെ പോകാം. അത്യാവശ്യമായിട്ട് എനിക്കിവിടെ നിൽക്കേണ്ട കുറച്ച് കാര്യം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ പോകാം. അല്ല, ഇനി ഇവിടെ എന്താ പ്രോബ്ലംസ് ഉള്ളത്? കുറച്ച് കാര്യമുണ്ട്, പറയാം. സമയമാവട്ടെ. എന്നാ നീ വാ. കുറെ ആയില്ലേ വന്നിട്ട്, അതാ ഞാൻ ചോദിച്ചത്. എനിക്കറിയാം. ഇപ്പം എനിക്ക് കുറച്ച് ടൈം വേണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. ഓക്കെ? എനിക്കറിയാം അവിടെ കുറേ പെൻഡിങ് ഉണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല, എല്ലാം പതിയെ ചെയ്യാം. അല്ല, ഇതിപ്പോ എങ്ങോട്ടാ പോകാൻ കഴിയുന്നേ? അത് പിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. കുറച്ച് നേരം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ വേണ്ടി വരാം. ഇത് പറഞ്ഞു കഴിഞ്ഞതും വി പെട്ടെന്ന് തന്നെ അസിന്റെ കയ്യെ പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി. മുഖാമുഖം നിർത്തി കഴിഞ്ഞ് അവനവളുടെ കണ്ണിലോട്ട് നോക്കി. നിനക്കൊരു കാര്യം അറിയോ? നീ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാം. നിന്റെ കണ്ണ്. എന്താ വിളിച്ച്? ഒന്നും കൂടെ വിളിക്ക്. പുറത്താരണ്ടുണ്ടായിരുന്നു, അതാ ഞാൻ പതിയെ സംസാരിച്ചത്. ഇപ്പം വേണ്ട. നീ ഓക്കെ ആയിട്ട് എൻ്റേതാണെന്ന് മാത്രം നിനക്ക് തോന്നിയെങ്കിൽ മാത്രം മതി. ഓക്കെ? ഇനി അവിടെ നിന്ന് എൻ്റെ കൊച്ചു ഫ്രഷ് അടിച്ച് നിൽക്കണ്ട. നീ വന്നു ചേച്ചാ, ഒരു കാര്യം പറയട്ടെ. ബാ. വേറൊന്നുമല്ല, എൻ്റെ ചേച്ചിനെ നിനക്കറിയത്തില്ലേ, ഇസ. ഞാൻ ജനിച്ച അന്ന് മുതൽ ഞാൻ അവളുടെ മുഖം കാണാൻ തുടങ്ങി. അവൾ എനിക്ക് അമ്മയെ പോലെ തന്നെയായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള അവളാന്ന് വേണം പറയാം. അവൾ ജിമിനേക്കാൾ കൂടുതൽ വേണം എന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ എന്നെ കാര്യമായിരുന്നു. ഞാനിവിടെ ആരെയും വിളിച്ചില്ലും ചേച്ചീനെയും വിലമിച്ചിനെയും കൃത്യമായിട്ട് ഞാൻ എല്ലാത്തോളം വിളിക്കുമായിരുന്നു. എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ട് പോലും മുറിയിൽ നിന്ന് ഇറങ്ങിയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ചോദിക്കണം. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. നീ ചേച്ചിയോട് ചോദിക്കണം.
ഞാൻ പുറത്തുവരെ പോയിട്ട് വരാം. ഇതേ സമയം ഇസ അവളുടെ മുറിയിൽ കെൽവിനെ പറ്റിയിട്ടുള്ള ചിന്തയിലായിരുന്നു. താൻ അവനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തവൾ വല്ലാണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ ഓർത്തവൾ നിൽക്കുമ്പോഴേക്കും അവിടെ കസിൻ വന്നു. ഇസ, നീ എന്ത് ചെയ്യാ? ഒന്നുമില്ലടാ, ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കായിരുന്നു. എന്തേ? നീ എന്താ ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് വരാനേ? എനിക്കെന്തോ ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അതാ ഞാൻ താഴത്തേക്ക് വരാതിരുന്നത്. നല്ല തലവേദനയുണ്ട്, ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു, അതിൻ്റെയൊക്കെ കൊണ്ടാകാം. ഞാൻ വന്നപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കൂ. എന്താ പറ്റി? നീ കരയായിരുന്നില്ലേ? സത്യം പറ. ഈസ നടന്ന സംഭവങ്ങളൊക്കെ അസിനോട് പറഞ്ഞു. പോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാവും. അസൻ, എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. എന്നാ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പിന്നെ വരാം. അസിൻ പോയതിനു ശേഷം കെൽവിനെ പറ്റിയിട്ടുള്ള ആലോചനയിലായിരുന്നു ഇസ. അതേസമയം കെൽവിൻ അവളെ കാണുന്നത് ഒഴിവാക്കിയെങ്കിലും അവന്റെ മനസ്സിൽ നിന്ന് അവളെ പറിച്ചു മാറ്റാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അവളുടെ തന്നെ ഓർമ്മയിലായിരുന്നു അവനും. ആഹാ, നിങ്ങളൊക്കെ ഇങ്ങനെയാ റെസ്റ്റ് എടുക്കുക? ഞാൻ റെസ്റ്റ് എടുക്കുന്ന ഇപ്പൊ ഇങ്ങനെയൊക്കെയാ. നിനക്കെന്താ വേണ്ടേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കേറി വന്നേ? എന്റെ ചേ, നിങ്ങൾക്കിത് എന്നാ പറ്റിയേ? അവള് പോയടാ, അവള് പോയി. വെണ്ണില ചന്ദനൊക്കെ മുങ്ങി മുങ്ങി മുങ്ങിപ്പോയി. അല്ല, ഇപ്പൊ ഇത് ഏത് പെണ്ണിലെ ചന്ദനക്കണത്തിന്റെ കാര്യം അയച്ചാ ഇപ്പൊ ഈ പറയുന്നേ? ആരടാ അവള്? ഐസ. അവക്കെന്നെ ഇഷ്ടല്ലടാ. ഈസ ചേച്ചി എന്നെ ചായനോട് നോ പറഞ്ഞു. ഇതൊക്കെ എപ്പോ? ഇല്ല, അവള് തന്നെ. അവളെന്റെ ഈ മുഖത്തൊക്കെ എന്നോട് ഇഷ്ടല്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഈ നോയ്ക്ക് എന്തോ ഒരു ഇതില്ലേ? എന്തിത്? നോക്കാത്ത ഒരു ഇതുമില്ല. ആ, ഒരിതുണ്ട്, അത് ഇതാണത്. അവൾക്ക് എന്നെ ഇഷ്ടല്ല, അതാണ് അതിനകത്തത്. ചേച്ചീനെ വേണ്ടാന്ന് വെച്ച് മറന്ന് മൂവ് ഓൺ ചെയ്യാൻ പോവാ? അവളെ ഞാൻ എൻ്റെ ഈ ജന്മം മറക്കില്ല, ഒരിക്കലും മറക്കില്ല. എപ്പോഴും താണ്ട് ഇവിടെ ഇവിടെ അവൾക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും മറക്കില്ല. അല്ലേ ചായ ഇപ്പൊ എന്താ തീരുമാനിച്ചേ? എല്ലാം ഇവിടെ വെച്ച് നിർത്താൻ പോവാ? എടാ, ഒരു പെണ്ണ് നോന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം നോന്ന് തന്നെ. ഇച്ചായൻ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെ. ഒരു പെണ്ണ് നോയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നോയെന്ന് തന്നെയാണ്. പക്ഷേ ചേച്ചി ആ പറഞ്ഞ നോയ്ക്ക് എന്തോ ഒരിതുണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിനേക്കാളും മുമ്പ് നിങ്ങൾ ചേച്ചിയെ വിട്ടു പോകത്തില്ല എന്ന് ചേച്ചിനെ അറിയിക്കണം. അതെങ്ങനെ അറിയിപ്പിക്കാനാ? അതിനൊരു അടിപൊളി വഴിയുണ്ട്. ഫ്ലേർട്ട് ചെയ്യുക. ചേച്ചിയുടെ പുറകെ നടന്ന് ഫ്ലേർട്ട് ചെയ്ത് ചേച്ചിനെ വീഴ്ത്തുക. പോടാ അവിടുന്ന്. ഇനി ഇതും കൂടെ ഉള്ളു. ഇത്രയും കാലം അവിടെ നമ്മൾ നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു. ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതും കൂടി പോയി കിട്ടും. എന്റെ പൊന്നിച്ചായ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അല്ല, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ല വർക്കാവോ? അതോ പിന്നെ അവിടെ നമ്മൾ ഞാൻ നാണം കഴിവും? അതല്ലേ പറഞ്ഞ വർക്കാവും. ഇച്ചായ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി.